2021 ജൂൺ 30 ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് സ്വന്തം വീട്ടിൽ വെച്ചാണ്. പ്രതി ഇടയ്ക്കിടെ കുട്ടിയുടെ വീട്ടിൽ ചോക്ലേറ്റുമായി എത്തുന്ന പരിചയക്കാരൻ. പീഡനശേഷം ബോധരഹിതയായ പെൺകുട്ടിയെ പ്രതി അർജുൻ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുകയായിരുന്നു. 2 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു. പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു എന്ന ഒറ്റവാക്കിൽ കോടതി വിധിയും വന്നു. കേരളത്തിൽ സ്വന്തം വീട്ടിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലാത്ത കാലമാണിത്. 2022 കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം നടന്നത് കൂടുതലും സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയെന്നാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നൽകുന്ന വിവരം. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത 4582 കേസുകളിൽ 1004 കേസുകളിലും കുഞ്ഞുങ്ങൾ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയാണ് ക്രൂരപീഡനത്തിന് ഇരകളായത്. 462 കേസുകളിലും പ്രതികൾ കുടുംബാംഗങ്ങൾ തന്നെ. 389 കേസുകളിൽ ബന്ധുക്കളും. പോക്സോ കേസുകൾ വേഗത്തിൽ വിചാരണ നടത്തി നീതി ഉറപ്പാക്കാൻ കേരളത്തിൽ അതിവേഗ കോടതികളുണ്ടെങ്കിലും സംസ്ഥാനത്ത് ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന പോക്സോ കേസുകളുടെ എണ്ണം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2023 ജൂലൈ 31 കണക്ക് പ്രകാരം 8506 പോക്സോ കേസുകളാണ് സംസ്ഥാനത്തെ വിവിധ കോടതികളിലായി കെട്ടിക്കിടക്കുന്നത്. 2012 പോക്സോ ആക്ട് രൂപീകരിക്കുന്നത്. ഇതിന് പിന്നാലെ 2010 ചില കേസുകളും പോക്സോ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഈ കേസുകളും കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ നീതി കാത്തുകിടക്കുന്നത്. 1384 കേസുകളുണ്ടിവിടെ. എറണാകുളത്ത് 1147 കേസുകളും. ബാക്കി കോടതികളിലെ പോക്സോ കേസുകളുടെ കണക്കുകൾ ഇങ്ങനെ: കൊല്ലം 743 കേസുകൾ, പത്തനംതിട്ട 312, കോട്ടയം 216, ആലപ്പുഴ 527, തൊടുപുഴ 417, തൃശൂർ 534, പാലക്കാട് 528, മഞ്ചേരി 1139, കോഴിക്കോട് 576, കൽപ്പറ്റ 173, തലശ്ശേരി 484, കാസർഗോഡ് 326. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ നിയമനം വൈകുന്നതും ഫോറൻസിക് റിപ്പോർട്ട് വൈകുന്നതുമാണ് പലപ്പോഴും കേസുകളിൽ വില്ലനാകുന്നത്. കേസിൽ വിചാരണ വൈകുന്നതോടെ ചിലപ്പോൾ കേസിലെ ഇര മരണപ്പെടുകയോ തെളിവുകൾ നശിക്കുകയോ ചെയ്യുന്നു. പുതിയ അതിവേഗ കോടതികൾ രൂപീകരിക്കുന്നതോ സമയക്രമം മാറ്റുന്നതോ മാത്രം കേസുകളുടെ വിചാരണ വേഗത്തിലാക്കില്ലെന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസിഫ് അലി പറയുന്നു. കീഴ്ക്കോടതികളിലെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യത്തിന് പരിശീലനം ലഭിക്കാത്തത് വിചാരണ വൈകുന്നതിന്റെ പ്രധാന കാരണമായി ടി ആസിഫ് അലി ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം വിരമിച്ച ജഡ്ജിമാരുടെ സേവനം ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിചാരണ വൈകുന്നതോടെ പലപ്പോഴും ഹർജിക്കാരുടെ ആത്മവീര്യം ചോർന്നു പോകാറുണ്ട്. പ്രതികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമെല്ലാം ഇരയ്ക്കുമേൽ സമ്മർദ്ദമുണ്ടാകുന്നു. പലപ്പോഴും വധഭീഷണിയും സാമൂഹിക ഭ്രഷ്ടും വരെ കൽപ്പിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട്. ഇതോടെ ഇരയും കുടുംബവും താൻ അനുഭവിച്ച ക്രൂരതകൾക്ക് നേരെ കണ്ണടച്ച് കോടതിയിൽ മൊഴി മാറ്റുന്ന അവസ്ഥയിലേക്ക് വരെ എത്താറുണ്ട്. പീഡനത്തിന്റെ ട്രോമയിൽ നിന്ന് പുറത്തുകടക്കാൻ ചിലർ ഇരയെ വിദേശത്തേക്കോ മറ്റോ കൊണ്ടുപോകാറുമുണ്ട്. ഇത്തരം കേസുകളിലും വിചാരണ വൈകുമെന്ന് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി വിക്ടിം റൈറ്റ്സ് സെന്റർ പ്രൊജക്ട് കോർഡിനേറ്റർ പാർവതി മേനോൻ പറയുന്നു. കേരളത്തിൽ പോക്സോ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറവാണെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ വർഷം ഒക്ടോബറിലാണ്. ഇരയും കുടുംബവും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതും കൃത്യവും ശക്തവുമായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെ വരുന്നതും കേസിൽ വെല്ലുവിളിയാകാറുണ്ട്. കുറ്റകൃത്യം തെളിയിക്കാൻ മൊഴികളെ മാത്രം ആശ്രയിക്കാതെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതും CRPC സെക്ഷൻ 164 മുഖേന ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുന്നതും കേസുകൾ പരാജയപ്പെടാതിരിക്കുന്നതിന് സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം കേരളത്തിൽ 2015-19 വർഷങ്ങളിൽ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ നിരക്ക് 4.4%. ദേശീയ ശരാശരി 11.87%. 2022 രജിസ്റ്റർ ചെയ്യപ്പെട്ട 4518 പോക്സോ കേസുകളിൽ 68 കേസുകളിൽ മാത്രമേ വിധി വന്നിട്ടുള്ളൂ. 2019 രജിസ്റ്റർ ചെയ്യപ്പെട്ട 3640 കേസുകളിൽ 150 പ്രതികൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. 2020 രജിസ്റ്റർ ചെയ്യപ്പെട്ട 3056 കേസുകളിൽ 88ഉം 2021 രജിസ്റ്റർ ചെയ്യപ്പെട്ട 3559 കേസുകളിൽ 47 പ്രതികളും മാത്രം ശിക്ഷിക്കപ്പെട്ടു. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പോക്സോ കേസുകൾ സംബന്ധിച്ച വാർത്തകൾ കേരളത്തിലെ മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തിയിട്ട് നാളേറെയായി. കേസുകളിൽ വിചാരണ വൈകുന്നതും ശിക്ഷാനിരക്ക് കുറയുന്നതും ജനങ്ങൾക്ക് കോടതിയിലുണ്ടാകുന്ന വിശ്വാസ്യത കുറയ്ക്കുകയാണ്. വൈകി നൽകുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്ന് മാത്രം നമ്മുടെ സംവിധാനം ഓർത്താൽ നല്ലത്.